ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എന്തിനാ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പോരെ, എന്തിനാ പുറത്തുള്ള നാട്ടിലെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് എന്ന് എപ്പോഴും പറയാറുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങൾ നിലവിലുള്ള നാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മുടെ ഭാരതമാണ്, ഇന്ത്യയാണ് എന്നുള്ളത്. ഒരിക്കലുമല്ല. കാരണം വിശ്വാസങ്ങൾ ഉണ്ടായത് ഇന്ത്യയിലാണ്. പക്ഷെ പിന്നീട് അത് ലോക രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിക്കുകയും നമ്മൾ പലതും കൈവിടുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ ഒന്നാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. ചൈനയിലെ ഒരു വിശ്വാസ സമ്പ്രദായം. പക്ഷേ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങൾ ഉള്ള രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയും അതുപോലെ തന്നെ ജപ്പാനുമാണ്. നമ്മളല്ല. പക്ഷേ ഈ വിശ്വാസങ്ങളെല്ലാം ഉടലെടുത്തത് നമ്മുടെ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഒരു ചൊല്ലുണ്ട്. ഈ ജന്മത്ത് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്ത ജന്മം പുണ്യ പവിത്രമായ ഗംഗാ നദിയുടെ തീരങ്ങളിൽ നീ പുനർജനിക്കും. ഇങ്ങനൊരു ചൊല്ല് ചൈനയിലുണ്ട്. പലതും നമ്മുടെ നാട്ടിൽ നിന്ന് ചൈനയിലേക്ക് പോയി. അതിലൊന്നാണ് കുംഫു എന്ന് പറയുന്നത്. ഇന്ന് അത് പഠിക്കാൻ വേണ്ടി നമ്മൾ അവിടേക്ക് പോകുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഇന്ന് പറയുന്നത് തവളയുടെ വിശേഷമാണ്. നമസ്തേ രുദ്രധാര. ഇന്ന് നമ്മൾ പറയുന്നത് തവളയുടെ വിശേഷങ്ങളെ കുറിച്ചാണ്. തവള ചൈനയിലെ ഒരു മതമാണ് താവോയിസം എന്ന് പറയുന്നത്. അത് സ്ഥാപിച്ചത് ലാവോസെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ താവോയിസം അനുസരിച്ച് തവളയ്ക്ക് ഒരു പവിത്രമായ സ്ഥാനം അവർ നൽകിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലും നമ്മുടെ നാട്ടിലും തവളയ്ക്കൊരു പ്രധാന സ്ഥാനം വാസ്തുവിലും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തവളയെ കൊല്ലാൻ പാടില്ല എന്ന്. പിതൃക്കളുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. ഇത് പറയുന്നതിന് മുമ്പ് ലാവോസെ പറഞ്ഞത്, അതായത് താവോയിസത്തിന്റെ സ്ഥാപകൻ പറഞ്ഞത്, അവരുടെ കഥയിൽ അവർ പറഞ്ഞിരിക്കുന്നത്, അവരുടെ പൗരാണികമായിട്ടുള്ള കഥയിൽ അവർ പറഞ്ഞിരിക്കുന്നത് 8 അമർത്യന്മാരിൽ ഒരാളുടെ ഭാര്യ അമൃതം മോഷ്ടിക്കും. ആ മോഷ്ടിച്ച കുറ്റത്തിന് അവർ തവളയായി മാറി എന്നൊരു വിശ്വാസം, ഒരു കഥ അവിടെ നിലവിലുണ്ട്. ഒരു വിശ്വാസം മാത്രമാണ് അത്. അതുകൊണ്ടാണ് ഫെങ്ഷുയിൽ 3 കാലുള്ള തവളയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വർണ്ണ തവള, 3 കാലുള്ള സ്വർണ്ണ തവള അല്ലേ, അത് വീട്ടിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ വളരെ അതിനെ വിളിക്കുന്നത് ജിൻചാൻ എന്നാണ്. ആ തവളയെ വിളിക്കുന്ന പേര് ജിൻചാൻ എന്നാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന തവള, ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ പച്ചത്തവളയെ കുറിച്ചല്ല കേട്ടോ, നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന തവളകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. തവളകൾ നമ്മുടെ വീട്ടിൽ സർവ്വസാധാരണയായിട്ട് വരും മഴക്കാലമാണെങ്കിൽ. മഴക്കാലത്തല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. മഴക്കാലത്ത് പല ജീവികളും കയറി വരും അല്ലേ, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ. ഇവിടെ മഴക്കാലമല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് യാദൃച്ഛികമായിട്ട് കയറി വരുന്നു. അതെവിടെയാണ് എങ്കിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വീടിൻ്റെ സ്ഥാനത്ത്, അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നിങ്ങളൊരു തവളയെ കാണുകയാണ്. മഴക്കാലത്തല്ലാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഒരു തവളയെ കാണുന്നു. എന്താണ് സൂചിപ്പിക്കുന്നത്? ഒന്നുമല്ല, തൊഴിൽ ലാഭം. അതിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. വടക്ക് ഭാഗത്ത്, വീടിൻ്റെ വടക്ക് ഭാഗത്ത് തവളയെ കണ്ടു കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്നത് തൊഴിൽ ലാഭമാണ്. കിഴക്ക് ഭാഗത്താണ് കാണുന്നതെങ്കിൽ സൂചിപ്പിക്കുന്നത് ഐക്യം, കുടുംബ ഐക്യം. ആ വീട്ടിലെ എല്ലാവരും തമ്മിൽ വളരെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അടുത്തത് ബെഡ്റൂമിലാണ് കാണുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിൻ്റെ ബെഡ്റൂമിലാണ് തവളയെ കാണുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് സന്താന ലാഭമാണ് പറയുന്നത്. ഇനി വിവാഹം കഴിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിവാഹം നടക്കും എന്നും പറയപ്പെടുന്നു. എവിടെ കാണുന്നെങ്കിൽ ബെഡ്റൂമിൽ കാണുന്നെങ്കിൽ. അതുപോലെ അടുക്കളയിൽ തവളയെ കാണുന്നത് വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത്. പക്ഷേ തവള കയറാൻ പാടില്ലാത്ത 2 സ്ഥലങ്ങൾ ഉണ്ട്. അവിടെ തവളയെ കാണാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ തവളയെ കാണുമ്പോൾ എന്താ, പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞൻ തവളകളൊക്കെ ഇല്ലേ, ഇതിനെ നമ്മൾ തല്ലിക്കൊല്ലാറുണ്ട് അല്ലേ. അങ്ങനെ യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ പിതൃക്കളുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് തൊഴിൽ നഷ്ടം, സാമ്പത്തിക നഷ്ടം. തൊഴിൽ നഷ്ടവും സാമ്പത്തിക നഷ്ടവും ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട് തവളയെ കൊന്നു കഴിഞ്ഞാൽ. അതുപോലെ പിതൃദോഷവും പറയപ്പെടുന്നു. നമ്മുടെ ഈ കാക്കകളുടെ കാര്യം പറയുന്ന കണക്കാണ് ഈ തവളയെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ ഈ
തവളകൾ നമ്മുടെ മുന്നിലേക്ക് ചാടി വീഴുകയോ അല്ലെങ്കിൽ നമ്മുടെ കാലിലേക്ക് ചാടി കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. വളരെ ശുഭമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെ കാണാൻ പാടില്ലാത്ത 2 സ്ഥലമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് 2 സ്ഥലമെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ടോയ്ലറ്റാണ്. ടോയ്ലറ്റിനകത്ത് ഇതിനെ കാണുന്നത് ദോഷമായിട്ടാണ് പറയുന്നത്. അതായത് നമുക്ക് പണി ഇങ്ങനെ വരുന്നു. അതാണ്. പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ അസുഖം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? സമ്പത്തിനകത്ത് ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത് കാണാൻ പാടില്ലാത്ത ഒരു സ്ഥലം. പലരും പറയുന്നുണ്ട് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഐശ്വര്യമാണ് എന്ന്. പക്ഷെ അല്ല, അത് നമ്മുടെ പൂജാമുറിയാണ്. പൂജാമുറിയിൽ തവള കയറുന്നത് നല്ലതല്ല. ഉറപ്പിച്ച് പറയുന്നു, തവള കയറുന്നത് പൂജാമുറിയിൽ നല്ലതല്ല. എന്താണ് ഫലം? പൂജാമുറിയിൽ തവള കയറുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം പറയുന്നത് വസ്തു തർക്കം, അതിർത്തി തർക്കം, കേസ്, അതായത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടം, രോഗം, ഐക്യം ഇല്ലായ്മ, ദൈവികം ഇല്ലായ്മ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും ഈ പൂജാമുറിയിൽ കയറുന്ന തവളകൾ അത്ര നല്ലതല്ല. ഒന്നാമത്തെ കാര്യം, തവള അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ആ പ്രദേശം, നമ്മുടെ വീട്ടിലെ ഏറ്റവും പവിത്രമായ സ്ഥലമെന്ന് പറയുന്നത് ഒന്ന് കന്നിമൂലയും അതുപോലെ തന്നെ പൂജാമുറിയാണല്ലോ. അപ്പോൾ ആ സ്ഥലം എത്രത്തോളം നീറ്റായിട്ട് വൃത്തിയായി സൂക്ഷിക്കാമോ അത്രയും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവിടെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി മാത്രമേ അവിടെ ഫോം ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു വൈബ് അവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ശുദ്ധവും വൃത്തിയും അല്ലാതെ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനം വിളക്ക് കത്തിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പറയുന്നത്. ആരൂഢം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ കാര്യം എടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ശുദ്ധവും വൃത്തിയുമില്ലാതെ അകത്ത് പ്രവേശിക്കരുത്. 2, ഇന്ന് ശുദ്ധവും വൃത്തിയുമില്ല, അതുകൊണ്ട് കുളിച്ചിട്ട് വിളക്ക് കത്തിക്കാം എന്ന് വിചാരിച്ച് യാതൊരു കാരണവശാലും നിങ്ങൾ കത്തിക്കരുത്. കത്തിക്കണ്ട. അന്ന് പൂജാമുറിയിൽ കയറണ്ട. മനസ്സിലായോ? നിങ്ങൾ നോൺ വെജിറ്റേറിയൻ വയ്ക്കുന്ന വീടാണ് എന്നുണ്ടെങ്കിൽ, നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അത് ഭക്ഷണം കഴിച്ചു നമ്മൾ എന്ത് ചെയ്യുക? കുളിച്ചിട്ട് അമ്പലത്തിലും പോവും, വിളക്കും കത്തിക്കും. നമുക്കതൊന്നും വിഷയമല്ല. പക്ഷേ അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും നോൺ വെജ് ഉണ്ടാവും അല്ലേ? ഉറപ്പല്ലേ? ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്നേരം നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കും അല്ലേ? അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ സന്ധ്യയ്ക്ക് കത്തിക്കണം എന്നില്ല. പ്രാതസന്ധ്യയ്ക്ക് കത്തിച്ചാലും മതി. പ്രാതസന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാവിലെ നോൺ വെജ് കഴിക്കില്ലല്ലോ, അന്നേരം കത്തിച്ചാലും മതി. അപ്പോൾ ഈ നോൺ വെജ് ഉപയോഗിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നെങ്കിൽ അല്ല, തെറ്റാണത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറയുമ്പോൾ പലരും ഇതിനെ എതിരഭിപ്രായം പറയുമെന്ന് നന്നായിട്ട് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിലാവും യാഥാർത്ഥ്യം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഓരോ ക്ഷേത്രത്തിനും ചൈതന്യം വ്യത്യസ്തമായിരിക്കും അല്ലേ? ഓരോ ക്ഷേത്രത്തിലെയും ചൈതന്യം വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ മഹാക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട്. മഹാക്ഷേത്രങ്ങളുടെ ചൈതന്യവും നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും രണ്ടും തമ്മിൽ അജഗജാന്തരമുണ്ട് അല്ലേ? രാപ്പകൽ വ്യത്യാസമുണ്ട്. എന്താ കാര്യം? പൂജാരിയുടെ കയ്യിലിരിക്കുക ഈ സംഭവം. ആ പൂജാരി എത്രത്തോളം സാത്വികനാണോ അത്രയും ചൈതന്യം, പോസിറ്റീവ് എനർജി ആ വിഗ്രഹത്തിൽ നിന്നും പ്രവഹിക്കും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് മഹാക്ഷേത്രങ്ങളായിട്ട് ഉയരുന്നത്. അപ്പം മനസ്സിലായോ? അകത്ത് കയറി പൂജിക്കാൻ ഒരു യോഗ്യത വേണം എന്നുള്ളത്. വേണം. അതുകൊണ്ടാണ് പുറപ്പെടാ ശാന്തിമാരുള്ള ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? നമ്മുടെ അടുത്തുള്ളത് വൈക്കത്തിനടുത്തൊരു അമ്പലം ഉണ്ടല്ലോ, ഏതാ? 7.5 പൊന്നാനയുള്ള ഒരു അമ്പലം, ഏറ്റുമാനൂര്. അപ്പോൾ അവിടെ പുറപ്പെടാ ശാന്തിയാണ്. പുറം ലോകമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതായത് ഒരു പൂജാരി ഒരു പുഷ്പം സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ മന്ത്രങ്ങൾ ചൊല്ലുന്നത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ ഇന്ന് അങ്ങനൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല. ഇന്ന് സാമ്പത്തികമായിട്ട് മാറി, എല്ലാ സാമ്പത്തികത്തിന്റെ പേരിൽ മാറി. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ, ബദ്രീനാഥ് പോലത്തെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകത അവിടെ ചെന്നവർക്കറിയാം എത്രത്തോളമാണെന്നുള്ളത്, അതിൻ്റെ ചൈതന്യം എത്രത്തോളമാണെന്നുള്ളത്. മുമ്പിൽ നേരിട്ട് നിൽക്കാൻ കഴിയില്ല. ചൈതന്യം വർദ്ധിക്കുന്ന ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ബിംബം നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. നമ്മൾ കണ്ടു മാറി കഴിയുമ്പോഴത്തേക്ക് ആ ബിംബം മറന്നു പോകുന്നുവെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം അത്രത്തോളം നമ്മളിലേക്ക് പ്രവഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. മറന്നു പോകുന്നെങ്കിൽ അതിന് വേറൊരു കാര്യമുണ്ട്. അങ്ങനെ പ്രവഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ
നമ്മളും ആ വ്രതശുദ്ധിയോടുകൂടി വേണം, അല്ലെ ഭക്തിയോടുകൂടി വേണം ഉള്ളിൽ പ്രവേശിക്കാൻ എന്നും കൂടിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ പൂജാമുറി. മനസ്സിലായി കാണുമല്ലോ. ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ അവർ കലശം നടത്തും. അതല്ലെങ്കിൽ വാർഷിക കലശം എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട്. എന്തിനാ? എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ തിരുമേനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് തന്ത്രി മുഖ്യൻ വന്ന് ഇത് ചെയ്യുന്നത്. അതുപോലെ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറി നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, ക്ഷേത്രമാക്കാൻ ഞാൻ പറയില്ല, അതല്ല ഇതിന്റെ അർത്ഥം. ശുദ്ധവും വൃത്തിയും ഇല്ലാതെ ഉള്ളിൽ പ്രവേശിക്കരുത്. ശുദ്ധവും വൃത്തിയും ഇല്ലാതെ യാതൊരു കാരണവശാലും ഉള്ളിൽ പ്രവേശിക്കാൻ നിൽക്കരുത്. അടച്ചിട്ടേക്കൂ. എപ്പോഴാണോ വൃത്തിയാകുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് കത്തിക്കാം. ദർ ഇസ് നോ പ്രോബ്ലം. ശുദ്ധവും വൃത്തിയുമാണ്, അല്ലേ? 12 മണിക്കൂറിന് ശേഷം നോൺ വെജ് ഉപയോഗിച്ച് 12 മണിക്കൂർ, 24 മണിക്കൂറും പറയുന്നില്ല, 12 മണിക്കൂറിന് ശേഷം ഫ്രഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കയറാം. അല്ലാതെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വൈകുന്നേരം പോയി വിളക്ക് കത്തിക്കുന്ന അത്ര ശരിയുള്ള ഒരു ഏർപ്പാടായിട്ട് തോന്നുന്നില്ല. അതുപോലെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് നല്ലതല്ല. എന്താണ് കുറ്റം, അതിനകത്ത് എന്ത് തെറ്റാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ചൈതന്യലോപം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ദോഷം നമുക്കും ഉണ്ടാവും. അതിൻ്റെ ഒരു ദോഷം, നമ്മൾ കാരണം ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ലൈഫിൽ. അപ്പോൾ അത്തരത്തിലുള്ളിടത്ത് പോവാൻ നിൽക്കണ്ട. അത് തന്നെയാണ് ഉചിതം, അല്ലേ? വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറയില്ലേ, അതാണ് ഇതിന്റെ സംഭവം. അപ്പൊ ഇതൊക്കെ ചിലർക്ക് ഇതൊക്കെ അന്ധവിശ്വാസമായിട്ട് തോന്നും, അല്ലേ? ഭഗവാന്മാർ നോൺ വെജ് കഴിച്ച കഥയൊക്കെ ഇപ്പൊ പറയും. അപ്പൊ അതുകൊണ്ട് അത് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ എന്താണ് സാത്വിക ഭാവം, അസുരഭാവം എന്നൊക്കെ, അമരത്വം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ആ സംഭവം എന്നുള്ളത്. അവർ കഴിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പണ്ട് ശ്രീരാമൻ കഴിച്ച കഥയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് തവളയെക്കുറിച്ചാണ് പറഞ്ഞത്. യാതൊരു കാരണവശാലും നിങ്ങൾ അതിനെ കൊല്ലാൻ പാടില്ല. അപ്പൊ ഇന്ന പ്രദേശങ്ങളിൽ കണ്ടാൽ എന്താണ് പ്രതിവിധി, എന്താ ചെയ്യുക? അതിനെ തല്ലിക്കൊല്ലാതെ ഏതെങ്കിലും ഒരു ഭരണി ഉപയോഗിച്ച് എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ നീക്കിയെടുത്തതിന് ശേഷം വീടിന് പുറത്ത്, അതായത് നമ്മുടെ പുരയിടത്തിന് പുറത്ത് കൊണ്ടുവന്ന് കളയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ശേഷം ശുദ്ധി വരുത്തുക എന്ന് വെച്ചാൽ അതിനകത്ത് സൂചിപ്പിക്കുന്നു എന്താ? ശുദ്ധമല്ല എന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ പലരും ചോദിച്ച ഒരു കാര്യം ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. കാക്കകൾ ചത്ത് കിടന്നാൽ, വീട്ടിൽ ചത്ത് കിടന്നാൽ നല്ലതാണോ? അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്? മരണഭയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കാക്കകൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ ചത്ത് കിടക്കാറില്ല. ലൈൻ കമ്പിയിലൊക്കെ അടിച്ച് വല്ലപ്പോഴും ഒക്കെ വീണ് കിടക്കുന്നതേ നമ്മൾ കാണാറുള്ളൂ. അല്ലാതെ നമ്മുടെ പറമ്പിലൊന്നും അങ്ങനെ കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അത് കാണിക്കുന്നത് പിതൃദോഷത്തിനെയും മരണഭീതിയെയാണ്, അപകടത്തിനെയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അതിനെ അവിടെ നിന്നും നീക്കം ചെയ്യുക. നീക്കം ചെയ്തതിന് ശേഷം ഗോമൂത്രം അല്ലെങ്കിൽ ഉപ്പ് കലർത്തിയ വെള്ളം, കല്ലുപ്പ് കലർത്തിയ വെള്ളം കൊണ്ട് അവിടെ ശുദ്ധി വരുത്തുക. വീട് മുഴുവൻ ശുദ്ധി വരുത്തുക. പ്രത്യേകിച്ച് പൂജാമുറിയിലും എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഇതുപോലെ വന്ന് കിടക്കാറുണ്ട്. അതുപോലെ പിതൃദോഷം ഉണ്ടെങ്കിലും വന്ന് കിടക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ഈ വാവുബലി പോലത്തെ സംഭവങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ല ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. അതൊന്നും ചെയ്യാതെ ഇത് പോട്ടെ എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ. പ്രകൃതി തരുന്ന സൂചന, ദൈവികം ഉള്ളവർക്ക് നൽകുന്ന സൂചന എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദൈവവിശ്വാസം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ ഇത് കാണേണ്ട കാര്യമില്ല, ഇത് കേൾക്കേണ്ട കാര്യമില്ല, കളഞ്ഞേക്കാം. അപ്പോൾ എന്തെങ്കിലും വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ, ജീവിക്കാൻ വേണമല്ലോ, അത് ഉണ്ടെങ്കിൽ മാത്രം അത് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഒരു ജീവജാലങ്ങളെയും കൊല്ലാൻ സനാതനധർമ്മം പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പറയാൻ. കാക്കയുടെ കാര്യം കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോയും കൂടെ കണ്ടു, അതും കൂടെ ഒന്ന് ജസ്റ്റ് പരാമർശിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു കാക്ക ചാവുന്ന സമയത്ത് ഒരുപാട് കാക്കകൾ ആ ഏരിയയിലേക്ക് വരും. എന്തിനാ വരുന്നത്? അപ്പോൾ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, ചത്ത കാക്കയുമായിട്ട് വേറെ കാക്കകൾ ഇണ ചേരുമെന്ന്. ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ചിലപ്പോൾ മനുഷ്യൻ ചെയ്യുമായിരിക്കും, കാക്കകൾ ഒരിക്കലും അത് ചെയ്യത്തില്ല, മൃഗങ്ങൾ അത് ചെയ്യത്തില്ല. അപ്പോൾ കാക്കകൾ, പ്രത്യേകിച്ച് കാക്കകൾ അത് ചെയ്യത്തില്ല. അപ്പോൾ അവർ വരുന്നത് വേറൊന്നുമല്ല, അവർ മനസ്സിലാക്കാനാണ് വരുന്നത്. എന്തുകൊണ്ട്? മനസ്സിലായോ? അതുകൊണ്ടാണ് കാക്കകളുടെ കൂട്ടത്തിനെ വിളിക്കുന്ന പേര് മർഡർ എന്നാണ്. മർഡർ അറിയാതിരിക്കുമല്ലോ, അങ്ങനെ കാക്കക്കൂട്ടത്തെ വിളിക്കുന്നത്. അതായത് ഒരു കാക്ക ചത്ത് കിടന്നാൽ ഇത്രയും കാക്കകൾ വന്നിട്ട് അവിടെ ഒരു കൂടിയാലോചന നടത്തും. എന്താണെന്നറിയാമോ? ഇതെങ്ങനെ ചത്തു? ഇവിടെ എന്താണ് കാരണം? ഇനി ഇവിടെ നിന്നാൽ ആപത്ത് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും വിഷമയമായിട്ടുള്ളത് ഉള്ളിൽ ചെന്നോ? അല്ലെങ്കിൽ യുദ്ധം പോലത്തെ ഭീതികൾ വല്ലതും ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള ചിന്താഗതിക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അവർ മനസ്സിലാക്കുകയാണ്. മനസ്സിലായോ? അല്ലാതെ വേറൊന്നിനും അല്ല അവർ വരുന്നത്. ഇതിനെ എടുത്തുകൊണ്ട് പോകാനോ, ചിലർ പറയുന്നുണ്ട് ഇതിനെ സംസ്കരിക്കുന്നത് മറ്റു കാക്കകളാണ്. അല്ല, അതിനൊന്നുമല്ല. ഇവർ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവിടെ നിൽക്കുന്നത് പ്രശ്നമാണെങ്കിൽ കാക്കകൾ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പോകും എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കാക്കകൾ പല സ്ഥലത്തും ഇല്ല.
ഇത് മനസ്സിലാക്കുമ്പോഴാണ് കാക്കകൾ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് കാക്കയുടെ ഒരു ചരിത്രം കൂടി. ഇതിന്റെ കൂടെ ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. കാരണം തെറ്റിദ്ധാരണകളല്ല, ധരിക്കുമ്പോൾ ശരിയായി ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തവള വരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.